പുന്നമടയിൽ മത്സരാരവമാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് ഇനി മണിക്കൂറുകൾ മാത്രം. 21 ചുണ്ടന്മാർ ഉൾപ്പെടെ 75 വള്ളങ്ങൾ മാറ്റുരയ്ക്കും. ജയേഷ് പൂക്കൂട്ടൂരാണ് വിവരങ്ങളുമായുള്ളത്. ജയേഷ്, ഇപ്പോൾ മത്സരത്തിന് അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആവേശം? പുന്നമടയുടെ ഓളങ്ങൾ കീറി മുറിച്ചുകൊണ്ട് മത്സരവള്ളങ്ങൾ ഇപ്പോൾ നീറ്റിലിറങ്ങിക്കഴിഞ്ഞു. ചെറുവള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കൊപ്പം അധ്യാപകനായ ജ്യോതികുമാർ പുന്നപ്ര കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരമാണ് നടക്കുന്നത് അല്ലേ? ആദ്യം നടന്നത് ചെറുവള്ളങ്ങളുടെ അതായത് ഇരുട്ടുകുത്തിയിലെ സി വിഭാഗത്തിന്റെ മത്സരമാണ് നടന്നത്. ഇപ്പോൾ നടക്കുന്നത് ബി ഗ്രേഡ് വള്ളങ്ങളാണ്. അതായത് അതിലിരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറച്ചിലും കൂടുതലേക്കും അനുസരിച്ചിട്ടാണ് ഇത്തരം ചെറിയ വള്ളങ്ങൾ എ ഗ്രേഡാണ്, ബി ഗ്രേഡാണ്, സി ഗ്രേഡാണ് എന്നൊക്കെ നിശ്ചയിക്കാം. അപ്പോൾ അതിനൊക്കെ ഓരോരോ പ്രത്യേകതകളുണ്ട്. പക്ഷേ ചെറുവള്ളങ്ങൾ എന്ന് പറയുന്നത് അത് ഓരോ കരയുടെ ഒരു ഗ്രാമത്തിൻ്റെ വള്ളങ്ങളാണ്. പക്ഷെ അവർക്ക് വല്ലാത്ത വികാരമാണ് കേട്ടോ. അവർ എന്ത് വില കൊടുത്തും ചെറുവള്ളങ്ങൾ മത്സരിക്കും. ഇക്കുറി നന്നായിട്ട് ചെറുവള്ളങ്ങളുടെ ഇടപെടൽ ചുണ്ടൻ വള്ളങ്ങളെ കൂടുതലായിട്ട് ഇക്കുറി വന്നിട്ടുണ്ടെന്നുള്ളതാണ് 71ാമത് ജനത. ഇത് നോക്കുമ്പോൾ ഇവിടെ നോക്കൂ 3 വള്ളങ്ങളാണ്. അതായത് മടപ്പാത്തുരുത്തും ജിബി തട്ടകനും ഗോതുരുത്തും ഇങ്ങനെ 3 വള്ളങ്ങൾ തുല്യമായിട്ട് നോക്കിക്കേ. ഇവിടുത്തെ പുന്നമടയിലെ ട്രാക്കിൻ്റെ ഒരു സൗന്ദര്യം എന്ന് അത് തന്നെയാണ്. കാരണം ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ട്രാക്ക് 4, 3, 2, 1 എന്ന ക്രമത്തിലാണ് വരുന്നത്. ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് ഇത് സാധ്യതയുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇത് സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ വരവ് അപ്രകാരമാണ് ഇത് വരുന്നത്. കാരണം ഈ ചെറുവള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു ആവേശം എന്നത് തുഴഞ്ഞു മുന്നേറുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ലക്ഷ്യം ഭേദിച്ചെടുക്കുക, തങ്ങളുടെ അനുകൂലമായ ഒരു ഗ്രാമത്തിലേക്ക് വിജയമായി ചെല്ലുന്നതിൻ്റെ വല്ലാത്ത സന്തോഷത്തിലാണ് ഇവരൊക്കെ ഉള്ളത്. ആ ഒരു സന്തോഷമാണ് ഇവർ തീർച്ചയായിട്ടും പങ്കുവെക്കുന്നത്. ഈ അനുഭവത്തെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്? വലിയ ആവേശത്തിൽ തന്നെയാണ്. അതായത് ചെറുവള്ളങ്ങളുടെ മത്സരം പോലും വലിയ ആവേശത്തോടെ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമ്മളെല്ലാവരും ഒപ്പം തന്നെ കേരളം ഒന്നടങ്കം ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിന് കൂടിയാണ്. അത് 2:30 മുതലാണ് ആരംഭിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ, 2:30 ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ആദ്യം നടക്കുന്ന ഹീറ്റ്സ് മത്സരമാണ്. അതായത് ആകെ 21 വള്ളങ്ങളാണ്. 5 ഹീറ്റ്സുകളിലായിട്ട് നമുക്ക് 21 ചുണ്ടൻ മത്സരിക്കും. പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഇക്കുറി നമ്മൾക്കുള്ളത് 75 വള്ളങ്ങളാണ് ആകെയുള്ളത്. അപ്പോൾ 4 ട്രാക്കായിട്ടാണ്. പടിഞ്ഞാറ് നിന്ന് ഇവിടെ നോക്കുമ്പോഴേക്കും കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് എന്ന രൂപത്തിലാണ് നമുക്ക് ആ ഭാഷ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ 4 വള്ളങ്ങളാണ്. അപ്പോൾ ഈ 4 വള്ളങ്ങൾക്കും ഓരോ തരത്തിൽ പ്രത്യേകതയാണ്. കാരണം ഇതിലെ ഒട്ടുമിക്ക വള്ളങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ളതും തന്നെയല്ല, ചില വള്ളങ്ങൾ 16 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയത് ഉണ്ട്. പള്ളാത്തുരുത്തി 5 തവണ അടിച്ച് ഡബിൾ ഹാട്രിക്കിന് വേണ്ടി വന്നിരിക്കുന്ന പള്ളാതുരുത്തി ബോട്ട് ക്ലബ് ഉണ്ട്. 75ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ഈ ഡബിൾ ഹാട്രിക്ക് കാണുക എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു കാഴ്ച കാരിച്ചാൽ എന്നൊരു ചുണ്ടൻ. കാരിച്ചാൽ ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം കാരിച്ചാൽ കഴിഞ്ഞ വർഷം എന്താ പറയുക മില്ലി സെക്കൻഡിന് നേടിയ ഒരു വിജയമുണ്ട്. വിയ്യപുരവുമായി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരവുമായി മത്സരിച്ചിട്ടുള്ള ആ മത്സരത്തെ ഒരു ആവർത്തനം അത് എങ്ങനെ സംഭവിക്കുമെന്നൊന്നും പറയാൻ വയ്യ. പള്ളാതുരുത്തിക്കാരൊക്കെ പറയുന്നത് ബാക്കിയുള്ള 20 ക്ലബ്ബുകൾ മത്സരിക്കുന്നത് പള്ളാതുരുത്തിയെ പിടിക്കാനാണ്, പള്ളാതുരുത്തി ഇറങ്ങുന്നത് നെഹ്റു ട്രോഫി പിടിക്കാനാണെന്നാണ്. അങ്ങനെ ഒരു അജണ്ട ഉണ്ട് കേട്ടോ. അതൊരു രഹസ്യ അജണ്ട മാത്രമല്ല, അങ്ങനെ ഒരു അജണ്ടയുണ്ട്. കാരണം പള്ളാത്തുരുത്തി ഇതുപോലെ കുറച്ചു കാലത്തേക്ക് നല്ല രൂപത്തിൽ വന്നിട്ട് പറഞ്ഞ പോലെ അല്പം ഒന്ന് മാറി നിന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ മാറി നിന്ന സമയം അതിൻ്റെ ഒരു തിരിച്ചുവരവ്. ആ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ പിന്നീട് കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ നടത്തിയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ജലപ്രേമികളുടെ ഹൃദയത്തിലേക്ക് തുഴഞ്ഞു കയറുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് കാണുകയാണ്. കാരിച്ചാലിൻ്റെ ഒരു വരവ് അങ്ങനെയാണ്. കാരിച്ചാൽ കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് 1ാം സ്ഥാനത്ത് വന്നു എന്ന് ചോദിച്ചാൽ ആ വള്ളം ഇങ്ങനെ ഒരു ലക്ഷണമൊത്ത വള്ളം, ഏതാണ്ട് ഒരു ഇത്തിരി അല്പം ഇടത്തേക്ക് ഒരു ചരിവൊക്കെ ഉണ്ട് ഇതിന്. ആചാര്യയുടെ മാനസപുത്രൻ എന്നാണ് ഇതിന് വിളിക്കുന്നത്. തന്നെയല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വള്ളമാണ് കാരിച്ചാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാരിച്ചാലിൻ്റെ വരവ് ഒന്നുകൂടി കാണാനുള്ള കൊതി എല്ലാവർക്കും ഉണ്ട്. ഒപ്പം മേൽപ്പാടം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ റിപ്പോർട്ടർ ചാനല് അതിനെ സ്പോൺസർ ചെയ്യുന്നു ആ വള്ളത്തെ. എങ്കിൽ തന്നെ ഒന്ന് അറിയേണ്ടുന്നത് ആ വള്ളത്തെ സംബന്ധിച്ചിടത്തോളം അവൻ വരവറിയിച്ച വള്ളമാണ്. മത്സരത്തിലേക്ക് എത്തിയപ്പോൾ മുതലേ ഈ മേൽപ്പാടം വരവറിയിച്ചിട്ടുണ്ട്. നെഹ്റു ട്രോഫി നേടിയിട്ടില്ല. പക്ഷെ ഇക്കുറി എത്തുന്നത് PVCയുടെ ചിറകിലാകുമ്പോൾ എല്ലാവരും അങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്തായിരിക്കും മേൽപ്പാടത്തിന്റെ കുതിപ്പ്? ലോകം ഉറ്റുനോക്കുന്ന ഒരു ഹീറ്റ്സ് ആയിരിക്കും, യാതൊരു തർക്കമില്ല. ഉറപ്പായിട്ടും എന്തായാലും വലിയ ആവേശമുണ്ട്, അതിനേക്കാൾ വലിയ മഴയും കാറ്റുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്ര ശക്തമായിട്ടുള്ള രീതിയിൽ കാറ്റ് വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ മാക്രോ സെക്കൻഡിനൊക്കെയാണ് ടീം വിജയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ശക്തമായ കാറ്റ് വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് സ്വാധീനിക്കുമോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയും. ഈ ചുണ്ടൻ എന്നത് ഒരു ആശാരിക്ക് തോന്നിയപടി നിർമ്മിച്ചതല്ല. ഈ ചുണ്ടൻ നിർമ്മാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വള്ളം നിർമ്മാണം എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്, സയൻസ് ആണ് അടിസ്ഥാനം.
സയൻസിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്? അണിയമാണ് മുൻപ് ഞങ്ങൾ കൂമ്പെന്നൊക്കെ പറയും. ഈ പിറക് ഭാഗം വള്ളത്തിന്റെ ഒരു പാമ്പ് തിരിഞ്ഞോടുന്ന ഒരു രൂപത്തിലാണല്ലോ, നമുക്ക് അങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. അതാണ് അമരം. ഈ അമരത്ത് നിൽക്കുന്ന 5 പേരുണ്ട്. ഇവരാണ് പങ്കായക്കാര്. ഇവർ സത്യത്തിൽ ചെയ്യുന്നത് എന്താ? ഈ ബോട്ടിന്റെ ഡ്രൈവേഴ്സാണ്. ഇവര് കുത്തി എറിയുന്നതാണ് ഈ അണിയത്ത് കിട്ടുന്ന ഒരു മുന്നേറ്റം. അവിടെയാണ് ഈ പങ്കായക്കാരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഏത് കാറ്റത്തും ഏത് കൊടുങ്കാറ്റത്തും വള്ളം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ തന്നെ ചിട്ടപ്പെടുത്തിയാണ് ഇതിന്റെ നിർമ്മാണം. അതുകൊണ്ട് അതൊന്നും ഈ തുഴച്ചിൽക്കാരെ ബാധിക്കുന്ന പ്രശ്നമില്ല, പ്രത്യേകിച്ച് ചുണ്ടന്. വേഗത ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? സ്പീഡിന് സമയത്ത് അത് വേണമെങ്കിൽ കാറ്റ് അനുകൂലമാകാം. പക്ഷെ കാറ്റ് ഒരിക്കലും നേരെയല്ലല്ലോ പോകുന്നത്. കാറ്റ് എതിർദിശയിൽ നിന്ന് വരുമ്പോൾ വള്ളത്തിന് ഭീഷണിയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ഭീഷണിയെ അതിജീവിക്കാൻ ഈ തുഴച്ചിൽക്കാർക്ക് അറിയാം. അതാണ് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇവർ പരിശീലനം ചെയ്യുന്നത്. ഇവർ പരിശീലനം പല തോട്ടിലാണ്, പല ഇടങ്ങളിലായിട്ടാണ് ഇവർ പരിശീലനം ചെയ്യുന്നത്. പല സാഹചര്യത്തിൽ ഒന്ന് മാറ്റിയൊക്കെ നോക്കും, ആൾക്കാരെയൊക്കെ മാറ്റിയൊക്കെ നോക്കും. അതൊക്കെ കോച്ചായി പ്രവർത്തിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന